വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു. ഞാനെന്താ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ചേച്ചി മടി കാരണമാണ് 2-3 ദിവസം സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത്. ഒരിക്കലും അല്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ദൈവം സഹിച്ച ഒരു മടിയില്ല. ഇത്രയും ദിവസം കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാ ദിവസങ്ങളിലും വർക്കിംഗ് ഡേയ്സ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ വരെ ഞാൻ എങ്ങനെയായാലും പിടിച്ചു നിൽക്കും. വെൻ ഇറ്റ് കംസ് ടു വീക്കെൻഡ് എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ്. അത് ഹോട്ടൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതും പൊറോട്ടയും നിങ്ങൾ വിചാരിക്കുന്ന ബിരിയാണി അങ്ങനെയൊന്നുമല്ല, എന്തെങ്കിലും ഒരു ഷവർമയും ഒരു ജ്യൂസും കഴിക്കാനാണ് എനിക്ക് വരുന്ന ക്രേവിങ്സ്. ഞാൻ പുറത്ത് പോയിട്ട് പൂട്ടി കൊണ്ടുപോയി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാറില്ല. വീട്ടിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്യിപ്പിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതിപ്പം ഫ്രൈഡേ സാറ്റർഡേ വർക്കിംഗ് ആണെങ്കിൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ബട്ട് അൺലെസ് ഇറ്റ് കംസ് ടു ഹോളിഡേ, സാറ്റർഡേ ഹോളിഡേ ആണെങ്കിൽ എനിക്ക് ഫ്രൈഡേയും കൂടി എന്തെങ്കിലും കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അത് വല്ലാത്തൊരു ടെൻഡൻസിയാണ്, പക്ഷെ അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. ഞാൻ എന്തായാലും ഈ ഒരു പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കില്ല. അതിപ്പം ഈ ഒരു മാസം കഴിഞ്ഞാലും. കാരണം ഇത്രയും ദിവസം വർക്കൗട്ട് ചെയ്തിട്ട് എനിക്കൊരു ഒരു സ്റ്റാമിന കിട്ടി, ഒരു സ്റ്റെബിലിറ്റി കിട്ടി. ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമറ്റ് കാരണം വരുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ഈ മന്ത് ലാസ്റ്റാണ് പീരിയഡ് സ്റ്റേറ്റ്. അതും കൂടെ കഴിഞ്ഞാൽ മാർച്ച് ഫുൾ മന്ത് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചാലഞ്ച് ഇപ്പോൾ 28 നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. കാരണം ഇത് 28 ഡേയ്സ് ചാലഞ്ചാണ്. അതിലിപ്പോൾ എത്ര കുറയുന്നുണ്ടോ കുറയുന്നില്ലേ, നമ്മൾ ഇടയ്ക്ക് ഗിവപ്പ് ചെയ്യും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ഇടയ്ക്ക് ഗിവപ്പ് ചെയ്യും. അങ്ങനെ വന്ന സംഭവമാണ്. ബട്ട് മാർച്ചിൽ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ബിക്കോസ് മാർച്ച് റമദാൻ കൂടിയാണ്, റമദാൻ ടൈമുമാണ്. അപ്പം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫുഡ് കിട്ടിയെന്ന് വരില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അന്നേരം കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. ബിക്കോസ് ഏപ്രിൽ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നലെ പിന്നെ ഞാൻ അത്രയും കഴിച്ചത്, ഒരു ഷവർമയും ഒരു ജ്യൂസും കഴിച്ചത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ടെമ്പററി ആയിട്ട് കയറിയതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് HR വിളിച്ച് പറയുന്നത്, മാം ടെമ്പററി ആണ്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ പറയുന്നത്. ടെമ്പററി ആയിട്ട് സാലറി ഇവിടെ എല്ലാവർക്കും അറിയാം, 2000 സംതിങ് ആണ് സ്റ്റാർട്ടിങ്. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, ഒരു എക്സ്പീരിയൻസ് ആവല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാൻ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റിൽ കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അല്ലാതെ ഇവിടെ റെക്കമെൻഡേഷനോ കാര്യങ്ങളോ നടത്താൻ എനിക്കിവിടെ എൻ്റെ ഒരു റിലേറ്റീവ്സും ഇല്ല. ഉള്ള ആൾക്കാരെ പോലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ബ്രദേഴ്സിൻ്റെ ആരൊക്കെ ഇവിടെയുണ്ട്. ഞാൻ ആരും കുറ്റം പറയുന്നതല്ല, ഇറ്റ് ഡിപ്പെൻസ് അല്ലേ. ആരും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ക്ലാസ് എടുത്ത അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത രീതി കണ്ടിട്ട്, എൻ്റെ ആ ഒരു വേ ഓഫ് ടീച്ചിങ് കണ്ടിട്ട് മാത്രമാണ് അവരെന്നെ എടുത്തത്. അല്ലാതെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് എത്ര കൊച്ചുങ്ങളുണ്ട്, എൻ്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, അതൊക്കെ അന്വേഷിച്ച് ഇമ്പ്രസ് ആയിട്ടൊന്നല്ല അവരെടുത്തത്. സത്യം പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതും ഞാൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി ഉള്ളൂ ഇന്നത്തെ ഈ കാലത്ത്. അത് രണ്ടും എൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിന് നന്ദി, അത്രയും ഞാൻ പറയുന്നുള്ളൂ. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമ്മൾ ഡിവേറ്റ് ആവുകയാണ്. അപ്പം ഇത്രയും ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ചെയ്യാൻ. ഞാൻ ഓവറായിട്ട് ചെയ്യാനും എനിക്കിഷ്ടമാണ്, പക്ഷെ ചെയ്യാൻ എനിക്ക് സമയമില്ല. ബിക്കോസ് എനിക്ക് ഉച്ചയ്ക്ക് വർക്കിന് പോകണം. എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം കൂടി ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഇപ്പം റമദാൻ ടൈമിങ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, സ്കൂളിലെ ചേഞ്ചസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഐ എം മോർ കോൺഫിഡൻറ്റ് ദാൻ ബിഫോർ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ചിലപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് നിങ്ങൾക്കൊക്കെ അറിയാം, ആഫ്റ്റർ 10 years മെനോപോസ് വരും, അതിനുള്ള പ്രശ്നങ്ങൾ വരും. ആഫ്റ്റർ 40 എന്തൊക്കെയാണ് അസുഖങ്ങൾ വരിക എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സോ ഇഫ് യു സ്റ്റാർട്ട് ടുഡേ യു ക്യാൻ ഗ്ലോ അപ്പ് ടുമോറോ. ഗ്ലോ അപ്പ്. അപ്പം അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. വേർത്തു കേട്ടോ, ശരിക്കും വേർത്തു, നല്ലോണം മുടിയുടെ ബാക്കിലൊക്കെ വേർത്തു. എന്തായാലും ഡോണ്ട് ഗിവ് അപ്പ്. ഞാൻ കൂടെയുണ്ട്. എന്തായാലും ഈ ഒരു ജേർണി അവസാനിച്ചാലും മാർച്ചിൽ വീണ്ടും നമ്മൾ 30 days ചാലഞ്ച് തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും എനിക്ക് കുറച്ചേ പറ്റൂ. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഗീവ് അപ്പ്. ഇനിയിപ്പോൾ നിങ്ങൾ ആരും ഇല്ലെങ്കിലും ഞാൻ ചെയ്യും, ഞാൻ വീഡിയോസ് ഇടും. ദാറ്റ്സ് ഓൾ. എന്നാൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ തീർന്ന് നോക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമ്മൾ 29,400 സംതിങ് ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്, സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഇനിയും സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ. ഇനിയും നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ അതാ നമ്മൾ ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. 2 ദിവസം പനി ജലദോഷമൊക്കെ ആയി. അപ്പോൾ അതാ ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുകയാണ്. വെയിറ്റ് സാരമില്ല, ഇതൊക്കെ നമുക്ക് ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് കഴിച്ചത് 2 എഗ്ഗാണ്, ബോയിൽഡ് എഗ്ഗാണ്. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ്
ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇത്രയും ദിവസത്തെ ഡിഫറൻസ് ആണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ബട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു എന്തൊക്കെ ഞാൻ പറയുന്നത് ഭഗവാനെ, സ്റ്റാമിന കൂടി, സ്റ്റെബിലിറ്റി കൂടി ഒക്കെ എനിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇനിയും മോർ ടു ഗോ. എൻ്റെ ലോവർ ബെല്ലിയാണ് ഫുൾ ബാക്കിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ എനിക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും എന്നുള്ള നല്ല കോൺഫിഡൻസ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളും എൻ്റെ കൂടെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. വർക്കൗട്ടൊക്കെ പറ്റുന്നത് പോലെ ചെയ്യുക. കാരണം 80% ഡയറ്റ് 20% വർക്കൗട്ട് എന്നാണല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് സെറ്റായിട്ട് തിരിച്ചു വരാം. ആംസ് വർക്കൗട്ട് ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നൈസായിട്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 14 15 16 18 19 20 21 22 24 25 26 27 28 29 30. നേരെ തിരിച്ചും 31 32 33 നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് 30 29 28 27 26 25 24 23 22 21 20 18 17 15 14 13 12 11 10 9 8 7 6 5 4 3 2 1. Next നമുക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. Okay. Okay, next 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. Next, pull down. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈഡിലുള്ള ഫാറ്റൊക്കെ ഉണ്ടല്ലോ കംപ്ലീറ്റ് ആയിട്ട് പോകും, ഞാൻ ഗ്യാരണ്ടി. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് വരുന്ന ഒരു ഫീലിംഗ് ആണ്. തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്ന കുറച്ച് എൻ്റെ ബ്രസ്റ്റൊക്കെ ഫേമായ പോലെ. ബിക്കോസ് നമ്മൾ അത് പറഞ്ഞ് ആരും ചിരിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പം ഒബ്വിയസായിട്ട് നമ്മൾ ഒരുപാട് കഴിക്കുമ്പം ഫാറ്റൊക്കെ അവിടെയൊക്കെ അടിഞ്ഞു കൂടും. ബട്ട് വൺസ് നമ്മൾ ബാക്ക് ടു ഡയറ്റും ബാക്ക് ടു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന സമയത്ത് ആ സൈസൊക്കെ ഒന്ന്, ആ ഒരു ഭാഗത്തിലെ ഫാറ്റൊക്കെ ഒന്ന് ഷ്രിങ്ക് ആയിട്ട് നമ്മുടെ ബ്രസ്റ്റ് കുറച്ചൊന്ന് അപ്ലിഫ്റ്റ് ആവും. അതെനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, എന്നെ കാണുന്നവർക്ക് അറിയാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29
30. യെസ്. നമ്മൾ ഓർമ്മയുണ്ടോ, നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ തോർത്ത് വെച്ചിട്ട് ആം ഫാറ്റൊക്കെ കുറച്ചിരുന്നു. ഇതിപ്പോൾ എൻ്റെ തോർത്ത് എവിടെയാണ് കാണുന്നില്ല, അലക്കാൻ ഇട്ടോ ഒന്നും അറിയില്ല. സോ ഐ ടുക്ക് എ ഷാൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഷാളിൻ്റെ രണ്ട് സൈഡൊന്ന് ഫോർ എ സേഫ്റ്റി കെട്ടിയിടാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കയ്യിൽ ശരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ തന്നെ കൈ നല്ല വേദനയുണ്ട്. ഓക്കെ. ഒന്ന് ജസ്റ്റ് നമുക്ക് ബലത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. മേലൊക്കെ പിടിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. യെസ്. ഇതോടുകൂടി നമ്മുടെ ആംസിൻ്റെ വർക്കൗട്ടൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കൈ നല്ല വേദന എടുക്കും. ഇത് തന്നെ നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ സെയിം വർക്കൗട്ട് ഒരു സെറ്റ് കൂടെ ചെയ്യാം കേട്ടോ. നമുക്ക് സമയം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ. നമുക്ക് 50 വെച്ചിട്ട് ചെയ്യാം. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 വയറ് 3 34 35 38 39 40 41 42 43 45 47 49. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. സ്ക്വാട്ട്സ് ആണ്. സ്ക്വാട്ട്സ് ഞാൻ താഴെ ഇരിക്കാതെ ബെഡിൻ്റെ മേലെ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ കുറച്ച് 3 ദിവസം ബ്രേക്ക് എടുത്തിട്ട് ഇത് ചെയ്യുന്നതായിട്ട് കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ബെഡിൻ്റെ മേലെ ഇരുന്നിട്ട് വായ്പ വന്നിട്ട് ഒതുക്കി പിടിക്കണേ. ഫുൾ ബാക്ക് ഞാൻ ബെഡിൽ പോസ്റ്റർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇരുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 മുട്ടുകളിലുള്ള ശ്രദ്ധിക്കുക. 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. Come on, Reshma. 31 32 33 34 35 36 37 38 39 40. Matave. 41 42 43 44 45 46 47 48 49 50. മുട്ടിൻ്റെ പനി പോയി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഈ സൈഡിലും സെയിം 20 എടുക്കാം. 1 2 3 4 5 6 7 9 10 11 12 17 18
4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Twenty-one, 22, 23, 24, 25, 26, 29, 30, 31, 32, 33, 34, 35, 36, 37. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49. The butt kicks, okay? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 29, 30, 31, 32, 33, 38, 40. I did only 40.
അപ്പോൾ ആ ചെയ്തതൊക്കെ ഞാനൊരു 20 to 30 കൗണ്ട്സ് വെച്ചിട്ടാണ് എല്ലാം ചെയ്തത്. അത് എനിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല, ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് തന്നെ നോക്കിയിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ, എനിക്ക് മുന്നേ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും വർക്കൗട്ടുമാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ എങ്ങനെയാണോ എൻ്റെ ഫ്രം 90 to 60 വരെ 68 വരെ എത്തിയത് എന്നുള്ള വീഡിയോസാണ് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫേസ് ഫാറ്റിൻ്റെ വർക്കൗട്ടും കൂടെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് കരുതി ചെയ്യുക. എൻ്റെ മുന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഇതുപോലെ ചാലഞ്ച് വീഡിയോസിലായിരിക്കും ഞാൻ കൂടുതലൊക്കെ ഇതൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ആക്കി കഴിഞ്ഞ് ഇന്ന് ഞാൻ എടുത്തത് ഒരു ചപ്പാത്തി, കോളിഫ്ലവറും പൊട്ടറ്റയും കൂടിയിട്ട് ഒരു മസാലക്കറി. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്, നല്ലതുമാണ്, പ്രീബയോട്ടിക്കാണ്. ഒരു ചിക്കൻ ലെഗ് പീസും ഞാൻ എടുത്തു. ഇന്ന് ഇത്രയും എൻ്റെ വീട്ടിലുള്ളൂ കേട്ടോ, കിച്ചണിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്ന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് എനിക്ക് ചായ കിട്ടിയില്ല, അതുകൊണ്ട് ഭയങ്കര തലവേദന വന്നിട്ട് ഞാനൊരു ഗ്രീൻ ടീ കുടിച്ചു. ഗ്രീൻ ടീ നല്ലതാണ് കേട്ടോ, മെറ്റബോളിസം കൂട്ടാനൊക്കെ. മക്കൾക്ക് ഫുഡ് കൊടുത്തിട്ട് ഇന്നത്തെ ഡേ ഞാൻ അവസാനിപ്പിച്ചു. സീ യു, ബൈ ബൈ.